ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡയറക്ഷനിലെ കുറച്ച് പ്രോബ്ലംസ് ആണ്. ഡയറക്ഷനിലെ തന്നെ പൊസിഷൻ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതും കോമ്പറ്റേറ്റീവ് എക്സാംസിന് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ശ്രീഋഷി ഗ്ലോബലിന്റെ നോളജ് ഗാലക്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് Q is east of P, R is south of P, P is south of S. എന്തോ ഈസ്റ്റും സൗത്തും വെസ്റ്റും ഒക്കെ പറയുന്നല്ലേ, നമുക്ക് നോക്കാം. Then in which direction R is with respect to S. അപ്പോൾ നമ്മൾ ഡയറക്ഷന്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഡയറക്ഷൻസ് മാർക്ക് ചെയ്യണം. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ ഓരോ സെന്റൻസിലും കോമൺ ആയിട്ട് വരുന്ന ആളാണ് ആര്? പി എന്ന് പറയുന്ന ആൾ. അപ്പോൾ നമ്മൾ പിയുടെ ഡയറക്ഷൻ ആദ്യമായി എന്ത് ചെയ്യുക? ഫിക്സ് ചെയ്യുക. അപ്പോൾ പി നമ്മൾ ഒരു പൊസിഷനിൽ പി ഇരുത്തി. ഇനി ചോദ്യം വായിച്ചു നോക്കാം. Q is east of P. P യുടെ ഈസ്റ്റിലാണ് Q. അപ്പോൾ ഈസ്റ്റ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷൻ അല്ലേ? അപ്പോൾ Q എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും. ഓക്കേ. സെക്കൻഡ് സെന്റൻസ് നോക്കൂ. R is south of P. P എവിടെയാണോ? P യുടെ സൗത്തിലാണ് R. സൗത്ത് എന്ന് പറയുന്നത് താഴെയാണ്. അപ്പോൾ P യുടെ താഴെയാണ് ആര് ഇരിക്കുന്നത്? R ഇരിക്കുന്നത്. നെക്സ്റ്റ് സെന്റൻസ് എന്താ പറയുന്നത്? P is south of S. പക്ഷേ S ന്റെ സൗത്തിലാണ് P. അപ്പോൾ S മുകളിൽ വന്നാലേ അതിന്റെ താഴെ ആര് വരുള്ളൂ? P വരുള്ളൂ. അപ്പോൾ S നെ നമുക്ക് എവിടെ കൊടുക്കണം? മുകളിൽ കൊടുക്കണം. അല്ലെങ്കിൽ ഈ സെന്റൻസിന്റെ വേറൊരു മീനിങ് എന്താ? P is south of S എന്ന് പറഞ്ഞാൽ P അതായത് S ന്റെ സൗത്തിലാണ് P. അല്ലെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ പറയാം? P യുടെ നോർത്തിലാണ് S എന്ന് പറഞ്ഞൂടെ? അപ്പോൾ നമുക്ക് ആ രണ്ട് രീതിയിൽ ഈ സെന്റൻസിനെ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നെക്സ്റ്റ് സെന്റൻസ് in which direction R is with respect to S. അതായത് R നെ വെച്ച് നോക്കുമ്പോൾ with respect to S ആണ്. അതായത് S നെ വെച്ച് നോക്കുമ്പോൾ R ഏത് ഡയറക്ഷൻ ആണ്? അതായത് S മുകളിലാണ് ഇരിക്കുന്നത്, അതിന്റെ താഴെയാണ് R ഇരിക്കുന്നത്. അപ്പോൾ S നെ വെച്ച് നോക്കുമ്പോൾ S ന്റെ സൗത്ത് ഡയറക്ഷനിലാണ് R. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? സൗത്ത് ആണ് ആൻസർ. അതായത് S ന്റെ സൗത്ത് ഡയറക്ഷനിലാണ് ആര് വന്നിരിക്കുന്നത്? R വന്നിരിക്കുന്നത്. ഓക്കേ. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം. പൊസിഷൻ ബേസ് തന്നെയാണ് കേട്ടോ. ആ ഡയറക്ഷൻ ആണ് കിടന്നത്. നമുക്ക് ഈ ചോദ്യത്തിൽ ആവശ്യമായിട്ട് വരുന്നതാണ്. പോയിന്റ് X is east of Y. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോയിന്റ് X is east of Y, which is north of Z. Which is north of Z. P is south of Z. South of Z. Then in which direction? Is X with respect to P. Okay. അപ്പോൾ എല്ലാവരും നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. Q എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പോയിന്റ് X is east of Y. അതായത് നമ്മുടെ കയ്യിൽ ഒരു പോയിന്റ് ഉണ്ട്, X എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, അത് ഈസ്റ്റ് ഓഫ് Y ആണ്. Y യുടെ ഈസ്റ്റിലാണ് ആരിയിരിക്കുന്നത്? X ഇരിക്കുന്നത്. Y നമ്മളിപ്പോൾ ഇവിടെ പുട്ട് ചെയ്താൽ Y യുടെ ഈസ്റ്റിൽ ആരെ കൊടുക്കാം? നമുക്ക് X നെ കൊടുക്കാം. സംശയമില്ലല്ലോ. നെക്സ്റ്റ് which is north of Z. which is എന്ന് പറയുമ്പോൾ ആരാണ്? നമുക്കിവിടെ രണ്ട് പോയിന്റ് ഉണ്ട്, X ഉം Y ഉം ഉണ്ട്. അതിനകത്ത് ലേറ്റർ ആയിട്ട് വരുന്ന ആളിനെയാണ് which കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ Y എന്ന് പറയുന്ന ആള് നോർത്ത് ഓഫ് Z ആണ്. Z ന്റെ നോർത്തിലാണ്. അപ്പോൾ Z നെ നമ്മൾ താഴെ കൊടുത്താലല്ലേ Z ന്റെ നോർത്തിൽ ആര് വരുള്ളൂ? Y വരുള്ളൂ. ഓക്കേ. നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? P is south of Z ആണ് പറഞ്ഞേക്കുന്നത്. P എന്ന് പറയുന്ന പോയിന്റ് Z ന്റെ സൗത്തിലാണ്. അപ്പോൾ P നമ്മൾ ഇവിടെ കൊടുക്കണം. അതായത് Z ന്റെ സൗത്ത് എന്ന് പറയുമ്പോൾ Z ന്റെ താഴെയാണ് ആര് വന്നേക്കുന്നത്? P വന്നേക്കുന്നത്. Then in which direction is X with respect to P? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം എന്താണ്? Then in which direction, ഏത് ഡയറക്ഷനിലാണ് X with respect to P? P നെ വെച്ച് നോക്കുമ്പോൾ X
ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കൊടുത്താലും നമുക്ക് ക്ലിയർ ചെയ്ത് പോകും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇതുപോലുള്ള രസകരമായിട്ടുള്ള ടോപ്പിക്സുമായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും നല്ല നമസ്കാരം. താങ്ക് യു.